ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മിക്സർ ആൻഡ് എലിഗേഷൻ്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. ഇന്ന് മിക്സർ ആൻഡ് എലിഗേഷൻ്റെ CGL ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 2 ആണ് ചെയ്യുന്നത്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ SSC CGL 2024. അപ്പോൾ ബാക്കി ക്ലാസ്സുകൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കുന്നതായിരിക്കും എളുപ്പം. SSC CGL 2024 പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ മാക്സിൻ്റെ 20ഓളം ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് പഠിക്കാൻ നോക്കുക. എത്ര ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ ക്ലാസ് വരുന്നത്, വേറെ എവിടെയും കിട്ടാത്ത ഇത്ര നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൻ്റെ യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. എല്ലാ കോഴ്സസിനുള്ള ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആണ്. മെൻറ്ററിങ് എല്ലാ ലെവലും ഹൈ ക്വാളിറ്റി കണ്ടന്റ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. SSC CGLന് അതേപോലെ എല്ലാത്തിനും റെയിൽവേക്കും എല്ലാത്തിനുള്ള ക്ലാസ്സുകളുണ്ട്. മാത്സിൻ്റെ മാത്രമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിച്ച് സെറ്റ് ആവാവുന്നതാണ്. ഓക്കെ, അത് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നമ്മുടെ മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. CGLൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ പെയിൻ എടുക്കുക ചെയ്യുന്ന പറയാം. അലോ എ കണ്ടെയ്ൻസ് റേഷ്യോ വന്നിട്ടുണ്ട്, ബി കണ്ടെയ്ൻസ് റേഷ്യോ വന്നിട്ടുണ്ട്. സി എങ്ങനെയാണ് വെക്കുന്നത്? 4:5 ആണ്. പെർസെൻറ്റേജ് ഓഫ് എക്സ്, ഇത് പെർസെൻറ്റേജ് റേഷ്യോ കൂടെ മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെർസെൻറ്റേജിൻ്റെ റേഷ്യോയുടെയൊക്കെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്നവർ ആവണം. എന്താ 5ഉം 2ഉം 7 ആണ് ടോട്ടൽ, 4ഉം 3ഉം 7 ആണ് ടോട്ടൽ. 1:1 കിടക്കുന്നത് 4:5 ആക്കണം. ഇപ്പം എക്സിൻ്റെ വാല്യൂ വേണ്ടുന്നത് 4 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 5 4 20, 5 3 15, 35 ഡിവൈഡ് ബൈ ടോട്ടൽ 7 4 28, 12 7 5 35, 28 35 63. റേഷ്യോ എടുക്കുമ്പോൾ 5/9, 1/9, 11 1/9 ആണ്. 5/9 എന്ന് പറഞ്ഞാൽ 55 5/9. ഓപ്ഷൻ സി. എന്ത് ചെയ്തു? ഇത്രയും മാത്രം ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു. അപ്പം എങ്ങനെയാണ് എല്ലാ ക്വസ്റ്റിനും ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതേപോലെ പറഞ്ഞു തരും. അപ്പം നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ട് എത്താൻ വേണ്ടിയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയാം. അലോ എയിൽ എക്സും വൈയും എക്സ് എത്ര ഉണ്ട്? 5 ആണെങ്കിൽ വൈ 2 യൂണിറ്റ്. അലോ ബിയിൽ 3:4 കിടക്കുന്നത്. ഇതെന്ത് ചെയ്തു? സി പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് അലോയ് എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ 4:5. അപ്പോൾ ഇത് 4 യൂണിറ്റ് എടുത്താൽ ആദ്യത്തെ അലോയ് 4 യൂണിറ്റ് എടുത്താൽ രണ്ടാമത്തെ അലോയ് എത്ര എടുക്കണം? 5 യൂണിറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം നമ്മളത് 1:1 റേഷ്യോയിലാക്കണം. അപ്പോൾ ഈ ടൈപ്പൊക്കെ നമ്മൾ റേഷ്യോയിൽ ചെയ്തിട്ടുള്ള. അപ്പോൾ 5:2 എന്ന് പറഞ്ഞാൽ എത്ര ടോട്ടൽ? 7 വരും. ഇവിടെ 7 വരും. രണ്ട് സെയിം ആയതുകൊണ്ട് നമ്മൾ ഇനി അതിന് ഈക്വൽ ആക്കേണ്ട കാര്യമില്ല. ഇവിടെ 8 ഇവിടെ 7 വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ 8 കൊണ്ട് ഗുണിച്ച് ഇവിടെ 7 കൊണ്ട് ഗുണിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം? 1:1 എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? 4:5 ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ മിക്സർ എലിഗേഷൻ്റെ ക്ലാസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലാസ്സുകൾ. ബേസ് ക്ലാസ് കാണേണ്ടത് 3 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട്. അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഏറ്റവും കിടിലൻ ക്ലാസ്, നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല മിക്സർ എലിഗേഷൻ്റെ അങ്ങനെ ഒരു ക്ലാസ് എൻ്റെ യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? അത് കാണാൻ ശ്രമിക്കുക, അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ മിക്സർ എലിഗേഷൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ വ്യൂസ് കുറയുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് നിങ്ങൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രോസസ്സാണ്. അത് ചുമ്മാ ഇരുന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് എന്തായിരിക്കും? ഈ ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചവർക്ക് അല്ലെങ്കിൽ മനസ്സിലായവർക്ക് അതിൻ്റെ ഗുണം അറിയാം. അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മെത്തേഡ്സിൽ പഠിച്ചേ പറ്റൂ. വേറൊരു വഴിയില്ല, കുറുക്ക് വഴിയൊന്നുമില്ല. നിങ്ങൾ കുറുക്ക് വഴി പഠിക്കണത് എങ്ങനെയാണ്? ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞ് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് 1:1 അപ്പോൾ ആദ്യത്തെ സാധനം 4 യൂണിറ്റ് എടുത്താൽ രണ്ടാമത്തെ എത്ര എടുത്തു? 5 എടുത്തു. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 4 20, 3 5 15, 20ഉം 15 എത്ര? 35 യൂണിറ്റാണ് എക്സ് വരുന്നത്. ടോട്ടൽ എത്ര? ഇവിടെ 7 ഉണ്ട്, 7 × 4 28. അടുത്ത 7 ഉണ്ട്, 7 5 35. ടോട്ടൽ എത്ര? ഇവിടെ 28 യൂണിറ്റ്, ഇവിടെ 35. അപ്പോൾ 35/63. ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്നവരാണ്, ഫ്രാക്ഷൻ പഠിക്കുന്നവരാണ്. 7 വെച്ചിട്ടുമ്പോൾ 5/9. 5/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/9 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും പഠിക്കുന്നതാണ്. 11 1/9%. 5/9 എന്ന് പറഞ്ഞാൽ 55 × 55 5/9. 55 5/9%. ഓക്കെ, നിങ്ങൾ അല്ലാത്തൊരു ചെയ്യുന്ന നോക്ക്. 5 4 20, എക്സ് 20, 5 2 8. ഫസ്റ്റിനകത്ത് 20 വെട്ടും. അടുത്ത 5 3 15, അടുത്ത 5 20, 20ഉം 15 35, 20 തൊട്ട് 28. എന്നിട്ട് എന്ത് ചെയ്യും? 35 ഡിവൈഡ് ബൈ 35 + 28. അത് എഴുതി ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഇത്ര എഴുതി ചെയ്യുന്നവരും ഈ ഒരു സ്റ്റെപ്പിൽ എഴുതുന്നവരും തമ്മിലുള്ള എത്ര വ്യത്യാസം നോക്ക്. നിങ്ങൾ ആലോചിക്കുക. ഇതാണ് നിങ്ങളുടെ ജോലിയിൽ നിന്ന് എന്താക്കുന്നത്? നിങ്ങളെ പുറകോട്ടാക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇത്ര എഴുതി കോമ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ ആദ്യം കയറി ആരും ഇതല്ല പഠിക്കുന്നത്. ആദ്യം ഇങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അല്ല, റേഷ്യോയുടെയൊക്കെ ബേസ് വെച്ചാണ് പഠിക്കുന്നത്. ആ ലെവലിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അങ്ങനെ തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ എന്താവുന്നതാണ്? ക്ലാസ്സുകളെല്ലാം കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കും.
എക്സ് എത്ര ഉണ്ട്? എക്സ് എത്ര ഉള്ളത്? 55 ഉള്ളത്. എക്സ് 35 ഉള്ളത്. ടോട്ടൽ എത്ര അല്ലേ? 63. 63 35 എന്നാൽ 100 എത്ര? നമ്മുടെ ഫ്രാക്ഷൻ വാല്യൂ കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? 1/9 ഫ്രാക്ഷൻ വാല്യൂ പഠിക്കുന്നതുകൊണ്ട് 5/9 പഠിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജിന്റെ ബേസ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇത്. എല്ലാം കൂടെ മിക്സ് ആണ്. നമ്മുടെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്സഡ് അലിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മെത്തേഡ് മാത്രമല്ല, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത്, റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ അരിത്തമെറ്റിക്കിലും വരുന്ന സംഭവമാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെസൽ കണ്ടന്റ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് CGL മെയിൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. CGL മെയിൻസ് ആണ്. CGL മെയിൻസ് 2022 2 ഫെബ്രുവരി 3 ഫെബ്രുവരി 2022. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ മലയാളത്തിൽ നോക്കിയേ വേണ്ട. ഈ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ഒരെണ്ണം പോലുമില്ല. നമ്മുടെ ഇത്രയും വീഡിയോസ് നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക? കണ്ടാൽ മനസ്സിലാവും. എ വെസൽ കണ്ടെയ്ൻഡ് സൊല്യൂഷൻ ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ഇൻ വിച്ച് വാട്ടർ വാസ് 64%. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എവിടെ ചെയ്തിട്ടുണ്ട്? മിക്സഡ് അലിഗേഷൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 23 വേണ്ടി ചെയ്ത CGL 23 വേണ്ടി ചെയ്ത കൺസെപ്റ്റ് വീഡിയോസ്. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് കാണുക, അത് മസ്റ്റായിട്ടും കാണുക. അത് ചെയ്താൽ ഇതെന്ത് ചെയ്യും? പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഞാൻ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ കൂടെ പറഞ്ഞുതരാം. നമ്മൾ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്താലും ഞാൻ എൻ്റെ മെത്തേഡോട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 4 ലിറ്റേഴ്സ് സൊല്യൂഷൻ എടുത്തു. 4 ലിറ്റേഴ്സ് എടുത്തതിന് ശേഷം ഇത് 64 ഉണ്ട്. വാട്ടർ ആഡ് ചെയ്ത് 100 വന്നു. ഞാൻ എങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാം. 30% ആസിഡ് 70 വന്നു. ഇതിൻ്റെ വാല്യൂ 6 ആണ്. ഇവിടെ 4 ആണ്. 6ൻ്റെ വാല്യൂ ആണ് 4, അല്ലെങ്കിൽ 2/3. നമുക്ക് എത്ര വാല്യൂ ആണ്? 30ൻ്റെ വാല്യൂ ആണ്. 30ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇത് ഇവിടെ 20 ആണ്, ഇവിടെ 20 ആണ്, ഇവിടെ 20 ആണ്. 20 എന്ന് പറഞ്ഞാൽ 4 എടുത്തതിന് ശേഷമാണ് ടോട്ടൽ 24 ഉണ്ടായിരുന്നു. 24 എന്താ വെച്ചേക്കുന്നത്? വാട്ടർ എത്ര? 24 × 64. നമുക്ക് എന്ത് ചെയ്യാം? 6 അവസാനിക്കും. ഇതല്ല 2 ഓപ്ഷൻ ഉണ്ട്. ഡിസം നോക്കാം. 1 6, ഡിസം 9 2 ഓപ്ഷൻ ബി 6 ആണ്. ഓക്കെ, ഞാൻ ഇത്രേ ചെയ്യത്തുള്ളൂ. ഇതെങ്ങനെ ചെയ്തതെന്ന് അറിയണമെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. മിക്സഡ് അലിഗേഷൻ്റെ ക്ലാസ് 3 ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സമയം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂ. നല്ല രീതിയിൽ സമയം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂ. അതും നല്ല കണ്ടന്റിന് സമയം കൊടുക്കുക. വേണ്ടുന്ന കണ്ടന്റിന് സമയം കൊടുക്കുക. ആ 3 ക്ലാസ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യാം? മസ്റ്റായിട്ടും കാണാം. വേണമെങ്കിൽ ഞാൻ ഇതിലും എന്ത് ചെയ്യാം? പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ആ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ അലിഗേഷൻ ഉപയോഗിക്കണമെങ്കിൽ, ഇവിടെ അലിഗേഷനാണ് ചെയ്തത്. അലിഗേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നമ്മൾ 4 ലിറ്റേഴ്സ് ഓഫ് ദ സൊല്യൂഷൻ എന്ത് ചെയ്തു? എടുത്തു. 4 ലിറ്റേഴ്സ് ഓഫ് ദ സൊല്യൂഷനോ എത്ര ലിറ്റേഴ്സ് ഓഫ് ദ സൊല്യൂഷനോ നമ്മൾ ഒരു മിക്സറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അവരുടെ കോൺസെൻട്രേഷൻ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 64% വാട്ടർ കിടന്ന ഒരു സൊല്യൂഷൻ ആയിരുന്നു. വെസലിനകത്ത് ആസിഡും വാട്ടറുള്ള സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് വാട്ടർ എത്ര ആയിരുന്നു? 64% ആയിരുന്നു. ഞാൻ അതിനകത്തുനിന്ന് എത്ര ലിറ്റർ എടുത്ത് മാറ്റിയാലും ബാക്കി 67% തന്നെ ആയിരിക്കും. ബാക്കിയുള്ളതിനകത്ത് 67% തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത്. നമ്മൾ എത്ര എടുക്കുന്നോ റേഷ്യോ, അതിലെ റേഷ്യോയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്. ഇപ്പം വാട്ടറിൻ്റെയും ആസിഡിൻ്റെ റേഷ്യോ 16:9 ആയിരുന്നെങ്കിൽ 67 ബാക്കി 36 എന്ന് പറഞ്ഞാൽ 16:9. 16:9 ആണെങ്കിൽ ഞാൻ 4 ലിറ്റർ എടുത്താലും 10 ലിറ്റർ എടുത്താലും അതിലെ റേഷ്യോ തന്നെ ആയിരിക്കും. ആ പോകുന്ന റേഷ്യോയും 16:9 തന്നെ ആയിരിക്കും. അതായത് ഇപ്പം 4 ലിറ്റർ ഞാൻ എന്ത് ചെയ്തു? 4 ലിറ്റർ ഓൾറെഡി എടുത്തെന്ന് വിചാരിക്കുവാണ്. 4 ലിറ്റർ എടുത്തു. ഇപ്പോൾ ബാക്കിയുള്ള സൊല്യൂഷനകത്ത് ഇത് റിമൈനിങ് സൊല്യൂഷനകത്ത് 64% എന്ന് പറയുന്നത് വാട്ടർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അലിഗേഷൻ ചെയ്യുക. കാര്യം 4 ലിറ്റർ എടുക്കുന്നത് നമുക്ക് അലിഗേഷനിനകത്ത് പറയാൻ പറ്റത്തില്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. 67% എൻ്റെ 3ാമത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. 67% വാട്ടർ ഉണ്ടായിരുന്നു. ഞാൻ വാട്ടറിൽ എന്ത് ചെയ്യണം? അലിഗേഷൻ ചെയ്യുകയാണ്. അപ്പോൾ വാട്ടറിൽ അലിഗേഷൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അലിഗേഷൻ്റെ ബേസ് അറിയാത്തവർക്ക് ഇത് പാടായിരിക്കും, പ്രയാസമായിരിക്കും, എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അതെല്ലാം കണക്റ്റഡ് ആണ്. എല്ലാ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 67% വാട്ടറാണ്. അതിനകത്ത് എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വാട്ടറിനകത്ത് വാട്ടർ എത്ര ഉണ്ട്? 100% വാട്ടറാണ്. ഇതെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. സൊല്യൂഷൻ കണ്ടത് 30% ആസിഡ് 30% ആണെങ്കിൽ വാട്ടർ എത്ര ശതമാനം? 70%. ഓക്കെ, ഇപ്പോൾ എത്ര ആഡ് ചെയ്യുന്നത്? ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ നമുക്കറിയാം, 4 ലിറ്റർ ആണ് ആഡ് ചെയ്യുന്നത്. ഇതറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ദൂരം അല്ലേ? എത്ര ദൂരം? 64 70 6 യൂണിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ 4 ലിറ്റർ. ഈ 6 യൂണിറ്റിന് പകരമാണ് എന്ത് തന്നിരിക്കുന്നത്? 4 ലിറ്റർ. അപ്പോൾ 6 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്ര? 4 ലിറ്റർ ഒറിജിനൽ. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണം? ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 യൂണിറ്റ് ആണ്. അപ്പം എത്ര വരും? 30 6 30 ആണ്. 4 × 5 20 ലിറ്റർ ആണ്. ഇവിടെ എത്ര വരും? ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ലിറ്റർ വരും. അപ്പോൾ ഇത് അലിഗേഷൻ അറിയാത്തവർക്ക് ഒരിക്കലും ഇത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉറപ്പായിരുന്നു, ഞാൻ ബെറ്റ് വെക്കാം. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അലിഗേഷൻ ഈ മെത്തേഡ് അറിയാത്തവർക്ക് ഇത് സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? അവർ കുറേ ടൈം എടുക്കും. ഇത് ഞാൻ എത്ര സ്പീഡിലാണ് ഞാൻ ചെയ്തതെന്നുണ്ടോ? ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കിത് പഠിക്കാൻ പറ്റില്ല, ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക? സമയമെടുത്ത് വീണ്ടും കണ്ട് എന്ത് ചെയ്യുക? പഠിക്കാൻ നോക്കുക. ഓക്കെ, എല്ലാവരുടെയും ലേണിംഗ് സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്പീഡിലിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കാണാവുന്നത്. 20 ലിറ്റർ ആണ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മിക്സറിൻ്റെ അളവ്.
അപ്പോൾ നമുക്ക് എന്താ വരുന്നത് ഒറിജിനൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഒറിജിനൽ ക്വാണ്ടിറ്റി എത്ര ആയിരിക്കും? ഒറിജിനൽ ക്വാണ്ടിറ്റി എത്ര ആയിരിക്കും? നമ്മുടെ 20 പ്ലസ് ആദ്യം എടുത്ത ഈ -4 4 കുറച്ചതിന് ശേഷമാണ് 20 വന്നത്. 20 പ്ലസ് 4 24 ലിറ്റർ. ഇപ്പോൾ 24 ലിറ്ററിൽ നമുക്ക് ചോദിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ സൊല്യൂഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വെസൽ. 24 ലിറ്റർ ഉണ്ടായിരുന്നു ബിഗിനിങ്ങിൽ. അതിൻ്റെ എത്ര ശതമാനം വാട്ടർ? 64%. 67% എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.64. 67/100 ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ആയിരിക്കും വരുന്നത്. എല്ലാത്തിലും 2 പോയിന്റ് ഉള്ളത്. അപ്പോൾ അപ്രോക്സിമേറ്റ് അല്ല ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ യൂണിറ്റ് എന്ത് വരും? 4 4 16 6 വരും. ഇതുമല്ല. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഡിറ്റി സം അപ്ലൈ ചെയ്യാം. കാര്യം 2 പോയിന്റ് ആണെന്നറിയാം. ഇത് 1 ആണ് 6 ആണ്. ഡിറ്റി സം 6 വരും. ഇത് 9 പോയി 2 ഡിറ്റി സം. അപ്പോൾ ഇത് തന്നെ ബാക്കിയുള്ളൂ 6 9 പോയി 6. അപ്പോൾ എന്ത് ചെയ്യാം? 15.36 ലിറ്റർ എന്തുണ്ടായിരുന്നു? വാട്ടർ ഉണ്ട്. വേറെ രീതിയിൽ ചെയ്യാം. പക്ഷെ ഇതെന്താണ്? ഇതായിരിക്കും ഫാസ്റ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും എന്താണ്? CGL മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. CGL മെയിൻസിൻ്റെ 3 ഫെബ്രുവരി 22 ക്വസ്റ്റ്യൻ. ഓക്കെ, മിക്സർ A കണ്ടെയ്ൻസ് ആൽക്കഹോൾ ആൻഡ് മിൽക്ക്. അപ്പോൾ ആൽക്കഹോളും ഞാൻ എൻ്റെ വഴി പറഞ്ഞുതരാം. മിക്സർ B കണ്ടെയ്ൻസ് ചോക്ലേറ്റ് ആൻഡ് മിൽക്ക്. ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സാമിനാണെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും? A and B ആർ ടേക്കൻ ഇൻ ദ റേഷ്യോ 5:6. ഇവിടെ 7 ആണ്, ഇവിടെ 7 ആണ്. ഇപ്പോൾ രണ്ടും സെയിം ആണ്. നേരത്തെ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ദ പെർസെൻറ്റേജ് ഓഫ് ചോക്ലേറ്റ് സെയിം ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. ഇപ്പോൾ മെയിൻസിന് സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ചോക്ലേറ്റിൻ്റെ ന്യൂ മിക്സർ എന്ത് ചെയ്യും? 4 3 5 2. ആദ്യത്തെ 5 എടുത്തു. ചോക്ലേറ്റ് അല്ലേ ആദ്യത്തെ? അതെ, ചോക്ലേറ്റ് ആണ്. ശ്രദ്ധിച്ചോ, 5 4 20 6 5 30 20 30 50 ഡിവൈഡ് ബൈ ഇവിടെ 7 7 5 35 അധികം ഇവിടെ എത്ര? 7 7 42 42 35 എന്ന് പറഞ്ഞാൽ 42 30 42 30 72 5 77 50/77 50/77ൻ്റെ പെർസെൻറ്റേജ് വാല്യൂ വേണം. അപ്രോക്സിമേറ്റ് ക്ലോസസ്റ്റ് ആണ് വെച്ചേക്കുന്നത്. അപ്പം 77ൻ്റെ പകുതി കൂടുതല. പകുതി എന്ന് പറഞ്ഞാൽ 38 സംതിങ്. അതിൽ പകുതി കൂടുതല, 50% കൂടുതല. അപ്പോൾ 35 അല്ല 31 അല്ല 65 60. ഇതാണ് ഡൗട്ട്. നമുക്ക് എന്ത് ചെയ്യാം? 70% കണ്ടുപിടിച്ച് നോക്കാം. 70% എത്ര വരും? 7.7 ആണ് 10% ഇൻറ്റു 7 49 49 49 7 47 49. ഇപ്പം 53 പോയിന്റ് സംതിങ് വരും. അപ്പം 1% എന്ന് പറഞ്ഞാൽ 0.77. അപ്പോൾ എന്തായാലും എത്ര വരത്തുള്ളൂ? ഓപ്ഷൻ ഡി വരത്തുള്ളൂ. 65% എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. അപ്പം ഞാൻ എഴുതിയത് എത്രയാണ്? 50/77. പിന്നെന്താണ് ബാക്കി? അപ്രോക്സിമേഷൻ 65%. അതിനെന്ത് വേണം? പെർസെൻറ്റേജ് എന്താണെന്ന് അറിയണം. പെർസെൻറ്റേജിൻ്റെ ബേസ് എന്താണെന്ന് അറിയണം. എങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് അറിയണം. അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, ഈ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിടക്കുന്ന വീഡിയോസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. അത് കാണുക, നോട്ട് എഴുതുക, പഠിക്കുക. പെയ്ഡ് ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിലും പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ആൾക്കാർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതെങ്ങനെ ചെയ്തെന്ന് പറയാം. ചെയ്ത മെത്തേഡ് സെയിം തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് സെയിം മെത്തേഡ് തന്നെ. ഫസ്റ്റ് മിക്സർ എയിൽ 4:3 ചോക്ലേറ്റും മറ്റേതും കിടക്കുന്നു. ചോക്ലേറ്റും മിൽക്കും. ബിയിൽ നമുക്ക് വേണ്ടുന്ന മാത്രം വായിക്കുക. ഞാൻ ചെയ്തിട്ടില്ല, ഇത്രയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? CGL സീരീസിലെ എല്ലാ ക്വസ്റ്റിനും ഞാൻ എങ്ങനെ പേന എടുക്കുക ചെയ്യും, അല്ലെങ്കിൽ ആദ്യം ഞാനും ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കാണിക്കണമല്ലോ. നമ്മൾ ഇപ്പോൾ സ്പീഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പീഡ് ചെയ്യാതിരുന്നാൽ കാര്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഇത്ര സമയം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. മിക്സർ B കണ്ടെയ്ൻസ് എത്രയാണ്? 5:2. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്പീഡ് കൂടുതലാണ് തോന്നുന്നവർ എന്ത് ചെയ്യുക? അവരുടെ സ്പീഡിൽ കാണുമോ? ഞാൻ ഇത്രയും കണ്ടത് നിങ്ങൾക്ക് തരണം. ഒരുപാട് സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കമൻ്റായിട്ട് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്പീഡ് കുറച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ, A and B ആർ ടേക്കൻ ഇൻ ദ റേഷ്യോ 5:6. അപ്പോൾ ഇത് 7 ആണ്, ഇത് 7 ആണ്. നമ്മളിപ്പം 1:1 കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതാ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ 5 എടുത്തു, ഇത് 6 എടുത്തു. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ചോക്ലേറ്റ് ഇൻ ദ ന്യൂ മിക്സ്ചർ. പെർസെൻറ്റേജ് ഓഫ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ അളവ് വേണം ടോട്ടൽ. ചോക്ലേറ്റ് ഇവിടെ എത്ര വരും? 5 4 20. ഇവിടെ 6 5 30. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര? ഇവിടെ 7 7 5 35 അധികം 7 6 42. ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. 50 ഡിവൈഡ് ബൈ 77. ഇനിയാണ് നമ്മുടെ പെർസെൻറ്റേജിൻ്റെ ട്രിക്ക് വരുന്നത്. ഇൻറ്റു 100 ചെയ്ത് പെർസെൻറ്റേജ് ചെയ്താലും മതി. പക്ഷെ അങ്ങനെ ചെയ്താൽ 5000/77 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്താ ചെയ്തേ? 77ൻ്റെ പകുതി 50% ആയിരുന്നെങ്കിൽ 38.5 വന്നേനെ. 38.5. 50% കൂടുതലാണ് ഈ മേലെ കിടക്കുന്ന 50 എന്ന് പറഞ്ഞത്. ഇവിടെ 38 വന്നിരുന്നെങ്കിൽ അത് 50% ആയിരുന്നേനെ. ഓക്കെ, പെർസെൻറ്റേജ് ക്ലാസ് കാണണേ. അപ്പോൾ സിയും അല്ല എയും അല്ല. ഇനി നമുക്കുള്ള ഓപ്ഷൻ ഏതാണ്? 69 65. നമുക്ക് എന്ത് ചെയ്യാം? 70% ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് എത്തിക്കാം. ഇപ്പോൾ 77ൻ്റെ 10% എന്നാൽ ഒരു പോയിന്റ് മാറ്റിയിടുക. നമ്മുടെ ഇതിൽ തന്നെ പെർസെൻറ്റേജിൻ്റെ ഈ CGL 2024 പ്ലേലിസ്റ്റിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 7.7 ആണ് 10%. ഇപ്പോൾ 70% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 7 ചെയ്യാം. അപ്പോൾ 49. ഓക്കെ, 7.7 എന്ന് വെച്ചാൽ എത്ര? 77 490 പിന്നെ 49 490 49 539 53.9 വരും നമ്മുടെ ഇതെന്ന് പറയുന്നത്. 77 × 7. അപ്പോൾ അതായത് 53.9 ആയിരുന്നു നമുക്ക് പറയായിരുന്നു 70% ആണ്. പക്ഷേ 69% എന്ന് പറഞ്ഞാൽ നമുക്ക് 1% കുറച്ചാൽ മതി. ഇതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്ര? 0.77. പിന്നെ അന്ന് 0.77 കുറച്ചാൽ ഒരിക്കലും എന്ത് വരത്തില്ല? 50 വരത്തില്ല.
അപ്പോൾ അതിലും കുറവായിരിക്കും വാല്യൂ, അതായത് 65%, ഏകദേശം 65%. ഓക്കെ, നമ്മൾ വേറെ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ട. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി എക്സസൈസും നിങ്ങളുടെ നമ്പേഴ്സുമായിട്ടുള്ള പരിചയവും പെർസെൻറ്റേജ് എന്താണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. 77 50 എത്ര പെർസെൻറ്റേജ്, 77 50 എന്നാൽ 100 എത്ര, അതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ഫേസ് 10 SSCയുടെ ഇപ്പോൾ ഫേസ് 12 അല്ലേ വിളിച്ചേക്കുന്നത്, ഫേസ് 9 2022 ക്വസ്റ്റ്യൻ ആണ്. Alloys A and B contain ratio 7:8 4:1. In what ratio should A and B mixed to obtain a new alloy C contain copper and zinc in the ratio 2:1? ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട്, നമ്മൾ അലിഗേഷനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, അലിഗേഷൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഈ ടൈപ്പും ചെയ്തിട്ടുണ്ട്. എയിൽ കോപ്പർ സിങ്കും ഞാൻ എന്ത് ചെയ്യാം, എന്റെ വാല്യൂല് നമുക്ക് കോപ്പറിന്റെ വാല്യൂല് എന്ത് ചെയ്യാം, കോപ്പറിൽ അലിഗേഷൻ ചെയ്യാം. ഇതും ആലിഗേഷന്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, കോപ്പർ എത്രയുണ്ട്, 7/15 ഉണ്ട്, ടോട്ടൽ 15 7 ഉണ്ട്. ഇവിടെ 4:1, അതായത് 4/5 ആണ്, 15 ആക്കാം, 12/3 12 വരും, 12/15. ഇതുകൊണ്ട് എഴുതിയേ 7/15 ഡയറക്റ്റ്. ഞാൻ എഴുതുന്ന വഴി പറഞ്ഞല്ലോ, ആദ്യം കാണിച്ചു തരാം, ഞാനിത് ചെയ്യുന്ന വഴി പറഞ്ഞുതരാം. ഓക്കെ, 7 8 4 1 2 3 എല്ലാത്തിനും എൽസിഎം എത്രയാണ്, 15 15 15 15 ആണ്. 15 ഇത് 7 ഉണ്ട്, 15 ആകുമ്പോൾ എന്ത് വരും, ഇത് 12 ആവും. ഇത് 15 എന്താവും, കോപ്പർ ആൻഡ് സിങ്ക് കോപ്പർ സിങ്ക് അല്ലേ, 15 എന്താവും, 3 15 5 10 വരും, 10 വരും. റേഷ്യോ ഇടുമ്പോൾ എന്ത് വരും, ഇവിടെ 2 അല്ലെ, ഇവിടെ എഴുതിയാൽ മതി, 2 ഇവിടെ 3, 2:3. ഓപ്ഷൻ എ എന്തായിരിക്കും ആൻസർ കൊടുക്കും. ഓക്കെ, ഇനി അല്ലാത്തവർ എങ്ങനെ ചെയ്യുന്നത്, 7 ഉണ്ട് 7/15, ഇത് 4 ഉണ്ട് 5, 4/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 കൊണ്ട് മേളിൽ 4 ഗുണിക്കുമ്പോൾ 12/15. ഇത് 2:1 എന്ന് പറഞ്ഞാൽ 2/3 ആണ്, 2/3 താഴെ 15 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 5 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ 10/15. ഈ 15 എന്ത് ചെയ്യും, എല്ലായിടത്തും വെട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾ അലിഗേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, കോപ്പറിൽ അലിഗേഷൻ ചെയ്യുവാണ്, കോപ്പറിൽ. ഓക്കെ, എന്ത് ചെയ്താൽ മതി, എല്ലാം ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ വെട്ടിക്കളയാം, നമുക്ക് വെട്ടിക്കളയാം, സെയിം ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ LCM, ഇതിൻ്റെ 15 5 3 ഇതെല്ലാം കൂടെ LCM എന്ത് ചെയ്യുക, LCM എടുത്തിട്ട് അതിലോട്ട് എന്ത് ചെയ്യാൻ നോക്കുക, LCMൽ ഇതിനെ മൊത്തത്തിന് ടോട്ടൽ എന്ത് ചെയ്യുക, സെയിം ആക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ റേഷ്യോ എടുത്തു, 12 10 നമ്മുടെ റേഷ്യോ 2. അപ്പോൾ ഇത് 2 യൂണിറ്റ് എടുത്താൽ ഇവിടെ എത്ര വരും, 3 യൂണിറ്റ് എടുക്കും. അപ്പോൾ ഈ മെത്തേഡൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അലിഗേഷൻ്റെ ക്ലാസ് ഞാൻ വീണ്ടും പറയുകയാണ്, അത് കാണാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ക്ലാസ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു, പഠിച്ച് മനസ്സിലായില്ല, അങ്ങനെ പറയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ബേസ് ക്ലാസ് കൂടെ കാണണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് ഫാസ്റ്റ് ആയിട്ടല്ലാതെ നിങ്ങൾക്ക് നല്ല മെത്തേഡ് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടല്ലാതെ ഇങ്ങനെ അല്ലാതെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇതിൽ ബേസ് ആയിട്ട് ഇനി പഠിപ്പിച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, നിങ്ങൾക്കും ഒരു ടൈം വേസ്റ്റ് ആണ്. ടൈം വേസ്റ്റ് അല്ല, നിങ്ങൾക്ക് അത് യൂസ് ഇല്ല. എക്സും വൈയും ഒക്കെ ഇട്ട് പഠിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററും വീണ്ടും എക്സും വൈയും ഇട്ട് പഠിപ്പിക്കുന്നവർ എന്താണ്, നിങ്ങളുടെ സമയം കളയുവാണ്. ഞാൻ വീണ്ടും പറയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്, അതവിടെ കിടക്കും, അതവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അതിൻ്റെ വാല്യൂ കുറയില്ല. അതുകൊണ്ടാണ് ന്യൂ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അല്ല എനിക്ക് വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യായിരുന്നു, പഠിപ്പിച്ച കാര്യം തന്നെ പഠിപ്പിക്കായിരുന്നു, ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ഇല്ല. നമ്മൾ ക്ലാസ്സിൽ വരുന്നത് നിങ്ങൾക്ക് യൂസിന് വേണ്ടിയാണ്. എവിടെ നിന്ന് പഠിക്കണം, അല്ലാതെ ഒരു കാര്യം വന്ന് ഞാൻ ചെറുപറാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവുമല്ല. ഞാൻ എന്ത് പഠിക്കണം, അത് എവിടെ ഉണ്ട്, എന്താണ് അതിൻ്റെ കാര്യം, എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ എഫർട്ട് ഇടാതെ ഒരു കാര്യവും നടക്കത്തില്ല, ഒരു കാര്യം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നിങ്ങൾ അറിയണം, എല്ലാവരും അറിയണം. അതിനുവേണ്ടിയാണ്. അതായത് പെയ്ഡ് ക്ലാസ് എടുക്കുന്നവർ മാത്രമല്ല, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പെയ്ഡ് ക്ലാസ് എടുക്കുന്നവർ മാത്രമല്ല അറിയേണ്ടത്, എല്ലാവരും എന്ത് ചെയ്യണം, അറിയണം. ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നവർ വർക്ക് ചെയ്ത് അത് ജോലി വാങ്ങിയിരിക്കണം. യെസ്, നെക്സ്റ്റ് ഇതും SSC phase 9 ആണ്. 3 bottles of same capacity are 30%, 40%, 20% full of orange juice respectively. They are filled up completely by adding apple juice. The contents of the 3 bottles are emptied into another vessel. What is the percentage of apple juice in the mixer? നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ടോട്ടൽ എല്ലാം 100, കാര്യം സെയിം കപ്പാസിറ്റി. അപ്പോൾ എല്ലാം 100 വെച്ചെടുക്കുക, പെർസെൻറ്റേജ് ആയതുകൊണ്ട്. ഇപ്പോൾ 100 ഓറഞ്ച്, ഇതിൽ 100 ലിറ്റർ ഉണ്ടെങ്കിൽ 30 ലിറ്റർ ഇത്, 40 ലിറ്റർ ഇത്, 25 ലിറ്റർ ഉണ്ട് ഓറഞ്ച് ജ്യൂസ്. ദേ ആർ ഫിൽഡ് കംപ്ലീറ്റ്ലി ബൈ ആഡിങ് ആപ്പിൾ ജ്യൂസ്. ബാക്കി എന്താണ്, ആപ്പിൾ ജ്യൂസ്. ഇത് 30 ഉണ്ടെങ്കിൽ ബാക്കി 70 ആപ്പിൾ ജ്യൂസ്, 40 ഉണ്ടെങ്കിൽ ബാക്കി 60 ആപ്പിൾ ജ്യൂസ്, 25 ഉണ്ടെങ്കിൽ ബാക്കി 75 ആപ്പിൾ ജ്യൂസ്. ദ കണ്ടൻസ് ഓഫ് ദ 3 ബോട്ടിൽസ് ആർ എംപ്റ്റീഡ് ഇൻ ടു അനദർ വെസൽ. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾ ജ്യൂസ്? അപ്പോൾ ആപ്പിൾ ജ്യൂസിൻ്റെ പെർസെൻറ്റേജിന് എന്ത് വേണം, ആപ്പിൾ ജ്യൂസിൻ്റെ കണ്ടന്റ് വേണം. ആപ്പിൾ ജ്യൂസ് എത്ര ഉള്ളത്, ഫസ്റ്റിനകത്ത് 70 ഉണ്ട്, കാര്യം 30 ഓറഞ്ച് ജ്യൂസാണ്, 40 ഓറഞ്ച് ജ്യൂസാണ്, 60 എന്താണ് ആപ്പിൾ ജ്യൂസ്, 25 ഓറഞ്ച് ജ്യൂസാണ്, ബാക്കി 75 ആപ്പിൾ ജ്യൂസ്. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര, 300. 300 ഇത് എത്ര ഉണ്ട്, അപ്പോൾ എത്ര വരും, 130 75, 205 ഡിവൈഡ് ബൈ 300 ആണ്. 205 ബൈ 300 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാം, 3 ചേട്ടാ 100 എത്ര നോക്കിയാൽ പോരെ. അപ്പോൾ 100 എത്രയാണ്, 100
3 വെച്ച് കിട്ടുമ്പോൾ 6 ഉണ്ടല്ലോ, ഓപ്ഷൻ ഉണ്ടല്ലോ. 6 25 3 8 വെച്ച് 68 പോയിന്റ് സംതിങ് 68 കണ്ടാൽ പിന്നെ എന്ത് ചെയ്യാം, പിന്നെ 1/3 വേണം, ആവശ്യമില്ല. 68/100 100ൽ എത്ര, അതാണ് പെർസെൻറ്റേജ്. ഇൻറ്റു 100% ചെയ്താലും അത് തന്നെ. 300ൽ 250 100ൽ എത്ര, അതാണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കാണാത്തൊരു പെർസെൻറ്റേജിൻ്റെ ബേസ് ക്ലാസ് ഉണ്ട്. SSC GD 2022 പ്ലേലിസ്റ്റ് ഉണ്ട്. SSC GD 2022 പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് പെർസെൻറ്റേജിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ട്. പെർസെൻറ്റേജ് ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളിതൊന്നും ഒന്നുമില്ല, നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പോവാം. ക്ലാസ്സിൽ എവിടെ ചെയ്തിട്ടുള്ളത് എല്ലാം പറയുന്നുണ്ട്. ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, പെർസെൻറ്റേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റാണല്ലോ. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. 2 ക്വസ്റ്റ്യനോടെ ഉള്ളൂ. ഇൻ എ വെസൽ X and Y, ratio of acid water 3:7 1:3. Condense of X and Y mixed in the ratio 1:2. To get a solution in which acid and water in the ratio A:B. സെയിം ക്വസ്റ്റ്യൻ. ഈ ടൈപ്പിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. B+A B - A ആണ് വേണ്ടത്. ഞാനിത് എങ്ങനെ ചെയ്യും, 10 4 ഈക്വൽ ആക്കണം. 10 4 20 ആക്കണം. ഇപ്പോൾ 2 കൊണ്ട് ഗുണിക്കണം. 1:2 ആണ്. ഇപ്പോൾ 2 × 1 2 നമുക്ക് എന്താ A:B. ഓക്കെ, 2 ഞാൻ ചെയ്യുന്ന നോക്ക്. 2 വേണം. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, 2 കൊണ്ട് ഗുണിക്കണം. 2 × 1 അപ്പോൾ 2 6 വരും. ഇവിടെ 2 ഇവിടെ എത്ര ഉണ്ടോ ഗുണിക്കുന്നത്, 5 5 2 10 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 16 റേഷ്യോ. ഇവിടെ എത്ര ഉണ്ടോ ഗുണിക്കുന്നത്, 2 ഉണ്ട് 2 കൊണ്ട് 14. ഇവിടെ എത്ര കൊണ്ട് ഗുണിക്കുന്നത്, ഇവിടെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുന്നത്, 10 കൊണ്ട് ഗുണിക്കുന്നത്, 10 കൊണ്ട് ഗുണിക്കും 30 30 14 എത്രയാണ്, 30 14 44. ഇപ്പോൾ 16:44 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 4 വെച്ചിട്ടുമ്പോൾ 4:11 വരും. എയും ബിയും B+A എയും ബിയും ആണ്. 5 ഡിവൈഡ് ബൈ B - A 11. ഓ ഓക്കെ, B+ എന്ന് പറഞ്ഞാൽ 15, B- എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7. 15 7 അവിടെ ഉണ്ട് ഓപ്ഷനെ. ഞാൻ ഇത്രേ ചെയ്തോളൂ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ കാൽക്കുലേഷൻ സ്പീഡ് ചെയ്യും, അതേ ഉള്ളൂ. എന്താ പറയുന്നത്, ഫസ്റ്റ് വെസലിൽ 3:7 സാധനം ഇടുന്നത്. ആരൊക്കെയാ, ആസിഡും വാട്ടറും. ഞാൻ ഇതൊന്നും എഴുതില്ല, കണ്ടോ. ഇത്രയാണ് നിങ്ങൾ, ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ജോലി കിട്ടുന്ന ഒരാളെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. 3:7. അടുത്തതിൽ എന്താ, 1:3. ഇപ്പോൾ ഇവർ പറയുന്നത് 1:2. കണ്ടൻസ് ഓഫ് X and Y ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 1:2. ആദ്യത്തത് 1 യൂണിറ്റ് എടുത്താൽ രണ്ടാമത്തെ 2 യൂണിറ്റ് എടുത്തു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് 7 3 10 യൂണിറ്റ്, ഇവിടെ 1 3 എത്ര യൂണിറ്റ്, 4 യൂണിറ്റ്. നേരത്തെ രണ്ടിടത്ത് സെയിം ആയിരുന്നു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 1:1 1:1 എന്ന് പറഞ്ഞാൽ 2 സെയിം ആക്കണം. അപ്പോൾ 10ന്റെ 4 LCM ആക്കിയാൽ മതി. 10ന്റെ 4 LCM എത്രയാണ്, 20 ആണ്. 20 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 20 ആക്കാൻ വേണ്ടി ഇവിടെ × 2 ചെയ്യണം, ഇവിടെ × 5 ചെയ്യണം. ഓക്കെ, ഇനി എന്താ അടുത്ത റേഷ്യോ എന്താ, ഇനി റേഷ്യോയിലോട്ട് മാറ്റാം. 1:2. ഇത് 1 എടുത്താൽ ഇത് എത്ര വരും, 2 എടുക്കും. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാക്കായിരുന്നു. മൈൻഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടി കാൽക്കുലേഷൻ ആയില്ല, നമ്മൾ മൈൻഡ് ചെയ്തപ്പോൾ ഇതൊന്നും എഴുതിയില്ല. ഓക്കെ, ഇപ്പോൾ 2 × 2 എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. കാര്യം നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും, മേളിലും താഴെ ഇത് എല്ലായിടത്തും കോമൺ. ഇവിടെയുണ്ട്. ഈ 2 ഇവിടെയുണ്ട്. റേഷ്യോ എടുക്കുമ്പോൾ കോമൺ ആയിട്ട് വെട്ടിപ്പോകുള്ളൂ. അപ്പോൾ എത്ര വരും ഇത്, ആസിഡ് ഇവിടെ 3, ഇവിടെ 5 × 1 5, 3 5 8 റേഷ്യോ. ഇവിടെ എന്താ 7, 1 × 7 വാട്ടർ. ഇവിടെ 7 വരും. ഇവിടെ 5 3 15, 15 വരും. 22 റേഷ്യോ എടുക്കുമ്പോൾ 4:11 വന്നു. അതായത് ആസിഡിൻ്റെ വാല്യൂ ആണ് A, വാട്ടറിൻ്റെ വാല്യൂ ആണ് B. ഇപ്പോൾ എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ 11. B+A ബൈ B - A എന്ന് പറയുമ്പോൾ B+A 11 4 15 ഡിവൈഡ് ബൈ B - A 11 - 4 7, 15 7 4. ഓപ്ഷൻ A നമുക്ക് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടൈപ്പ് നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, നമുക്കിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, എല്ലാ ചാപ്റ്ററിൻ്റെ ഇങ്ങനെ ഒരു 2 ക്ലാസ് വെച്ച് എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്യാം, നമുക്ക് കവർ ചെയ്ത് പോകാം. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. എന്നൊരു എക്സാം ഉണ്ടോ അന്ന് വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇൻ എ മിക്സ്ചർ ഓഫ് 80 liters ഓഫ് ലിക്വിഡ് ആൻഡ് വാട്ടർ 25% ഓഫ് മിക്സർ ഈസ് ലിക്വിഡ്. അപ്പോൾ ഫസ്റ്റ് 25% ഏതാണ്, ലിക്വിഡ് ആണ്. ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡ്. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ലിക്വിഡിൽ അലിഗേഷൻ ചെയ്യുകയാണ്. ലിക്വിഡിൽ അലിഗേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അലിഗേഷൻ എന്താണെന്ന് അറിയാത്തവർ എന്ത് ചെയ്യണം, അലിഗേഷൻ നിങ്ങൾ ബുക്കിൽ കിടക്കുന്ന അലിഗേഷൻ അല്ല, ഞാൻ പഠിപ്പിച്ച അലിഗേഷൻ. അതിനെന്ത് വേണം, ആ ഒരു ക്ലാസ് നിങ്ങൾ മസ്റ്റായിട്ട് കാണും. ഓക്കെ, അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്തോടെ എന്ത് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വാട്ടറിനകത്ത് ലിക്വിഡ് എത്രയാണ്, വാട്ടറിനകത്ത് ലിക്വിഡില്ല, വാട്ടറാണ്. അതുകൊണ്ട് 0% ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വാട്ടറിനകത്ത് ലിക്വിഡ് എത്രയാണ്, 0% ആണ്. അങ്ങനെ വരുമ്പോൾ ലിക്വിഡ് എത്രയായി, 20%. ഇപ്പോൾ വേണമെങ്കിൽ വാട്ടറിൻ്റെ അളവിലും ചെയ്യാം. ഇത് 75, ഇത് 100, ഇത് 80 അങ്ങനെ എഴുതേണ്ടി വരും. അപ്പോൾ റേഷ്യോ എന്ത് വരും, റേഷ്യോ എന്തിൻ്റെ കിട്ടുന്ന എല്ലാം ഞാൻ അലിഗേഷൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, കൺസെപ്റ്റ് ഫുൾ ആ ഒരു 3 വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്കിനി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ആ വീഡിയോ റെഫർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ക്ലാസ് വരുവാണെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒറ്റ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, യൂസ്ഫുൾ അല്ലാത്ത കണ്ടന്റ് നമ്മൾ കൊടുക്കത്തില്ല.
വെറുതെ പറഞ്ഞ് പോകത്തില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണമെങ്കിലും കണ്ടാൽ മനസ്സിലാവും. റേഷ്യോ എത്ര വരും? ഇത് 20 ഡിഫറൻസ്, ഇത് 5. റേഷ്യോ എത്ര വരും? ഇത് 5 വെച്ചിട്ടുമ്പോൾ 4:1. ഇത് വാട്ടർ 4 യൂണിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നത് ആദ്യത്തെ 4 യൂണിറ്റ് കിടന്ന സാധനമാണെങ്കിൽ ആഡ് ചെയ്യുന്ന വാട്ടർ എത്രയാണ്? 1 യൂണിറ്റ് ആണ്. ഹൗ മച്ച് വാട്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് CDSന്റെ ക്വസ്റ്റൻ ആണ്. CDSന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ 4 യൂണിറ്റ് ആണ് ഇനിഷ്യൽ ലിക്വിഡ് എങ്കിൽ, മിക്സർ എങ്കിൽ, ഇത് മിക്സറാണ് കേട്ടോ, മിക്സറാണ്. മിക്സറിലുള്ള കാര്യവും ഇത് ആഡ് ചെയ്യുന്ന വാട്ടറിന്റെ ക്വാണ്ടിറ്റി 4:1 ആണ്. 4ന്റെ വാല്യൂണ് ക്വസ്റ്റൻ തന്നിരിക്കുന്നത് എത്ര? 80 ലിറ്റർ. 4ന്റെ വാല്യൂണ് 80 ലിറ്റർ. 1ന്റെ വാല്യൂ 1 ആണ്. നമ്മൾ ആഡ് ചെയ്യുന്ന വാട്ടർ എത്ര ലിറ്റർ? 4 × 20 ആണ്. 1 × 20, 20 ലിറ്റർ വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അലിഗേഷൻ്റെ ക്ലാസ് കണ്ടിട്ടില്ല. അതുകൊണ്ട് അലിഗേഷൻ്റെ ക്ലാസ് കാണുക. അങ്ങനെ വേണമെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യാം? പിൻ ചെയ്തിടാം. നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അലിഗേഷൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പോൾ അലിഗേഷൻ്റെ 2 ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? നമ്മൾ അലിഗേഷൻ 2 ക്ലാസ് വഴി ചെയ്തു. 2 ക്ലാസ് അലിഗേഷൻ ചെയ്തു. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മെത്തേഡ്സിൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കെല്ലാം ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 2 ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഓക്കെ, ചാനലിലുള്ള ക്ലാസ്സുകളെല്ലാം, പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകളെല്ലാം കാണാൻ നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് നമുക്ക് കാണാം, അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കും.